Hi all, magic morning. 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 ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞി സൗണ്ട് കേട്ടല്ലോ. ഇവിടെ ഒരാളെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിരിക്കുക. അതെ. ഓക്കേ. കാണണല്ലേ? വാ. ആഹാ. Super. ഓക്കേ. എവിടെ പോയി ഇന്ന് നമ്മുടെ മണിസാറ് കണ്ടില്ലല്ലോ. ഓക്കെ, താങ്ക് യു മണിസാറ്. എല്ലാ ദിവസവും ഫസ്റ്റ് മണിസാറുടെ മുഖമാണ് കാണല്. ഫസ്റ്റ് വീഡിയോ ഓൺ ചെയ്തു വരാറ് മണിസാറാണല്ലേ. പിന്നെ കാണാത്തപ്പോ ചോദിച്ചതായിരുന്നേ. ഓക്കെ, അപ്പം നമുക്ക് സെഷനിലേക്ക് പോകാം. സോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ പ്രവീണ മാമിന്റെ സെഷനാണ് പവർ ഓഫ് റൈറ്റിംഗ്. നമ്മളെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും അഫർമേഷൻ ആണെങ്കിലും വേറെ കുറേ കാര്യങ്ങളൊക്കെ എഴുതുന്നവരാണ്. അപ്പൊ അതിൻ്റെയൊക്കെ പവറിനെ കുറിച്ചിട്ടായിരിക്കാം പ്രവീണ മാം ഇന്ന് എടുക്കുന്ന സെഷൻ. അപ്പം ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ ബി മാജിക് ടീം മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ഈ ഒരു സെഷനിലേക്ക് പ്രവീണ മാമിനും കൂടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു മുഫീദ. മാജിക് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് രാവിലെ തന്നെ നജുലയുടെ മകളാണെന്ന് തോന്നുന്നു നല്ലൊരു മാജിക് മോർണിംഗ് ഒക്കെ കിട്ടി. അപ്പൊ ആളെ കാണണമെന്ന് അബ്ദുൽ സാർ പറഞ്ഞു. അപ്പൊ നമുക്ക് ആളെയും കണ്ടു അല്ലെ. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോ മുഫീദ പറഞ്ഞതുപോലെ നിങ്ങൾ പലരും ഈ റൈറ്റിംഗ് എന്നുള്ള ഒരു പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. ഒരുപക്ഷെ അഫർമേഷൻ ആയിരിക്കാം, പല കാര്യങ്ങളും എന്നാലും എഴുതാൻ ഒരു മടിയുള്ള ഒരു കാലഘട്ടമാണ് പൊതുവെ അല്ലെ. ഒന്നാമത് നമ്മൾ കൂടുതൽ വീഡിയോസ് കേൾക്കുന്നു, മൊബൈലിൽ നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ അറിയുന്നു. പക്ഷെ പലപ്പോഴും ഈ എഴുത്ത് എന്ന ഒരു പ്രോസസ്സ് ഇപ്പൊ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ്. ഒരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാൽ, ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പൊതുവെ എഴുത്തൊന്ന് കുറയാറുണ്ട്. ശരിയല്ലേ? ആ പഠനകാലം കഴിഞ്ഞാൽ എഴുത്തിന്റെ ഒരു പ്രാധാന്യം കുറയും. പിന്നെ കൂടുതലും എല്ലാവരും അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളൊക്കെ എഴുതുക എന്ന് മാത്രം. പിന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവര് പല അഫർമേഷനും ഒക്കെ എഴുതാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. എന്നാലും പൊതുവെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ, ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ എഴുത്തിന്റെ പ്രാധാന്യം വളരെ കുറയുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ എഴുത്ത് ഒരുപാട് ശക്തിയുള്ള ഒരു മാധ്യമം കൂടിയാണ് നമുക്കറിയാം. കാരണം എഴുത്തുകാരുടെ പല ഭാഷകളും നമ്മൾ കണ്ടതും കേട്ടതും വായിക്കുന്നതും ഒക്കെയാണ്. അപ്പൊ എന്താണ് നമുക്ക് ഓരോരുത്തർക്കും എഴുതുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 10 പോയിന്റ്സോളം അതിൽ എടുത്തു പറയുന്ന പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് റൈറ്റിംഗ് ഈസ് തിങ്കിങ് മെയ്ഡ് വിസിബിൾ എന്നാണ്. ചില സമയത്ത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് ഈ ആലോചിക്കുന്നത്? ഈ ആലോചിച്ച് കിടന്നിങ്ങനെ വട്ടം കറങ്ങുക എന്ന് പറയുന്നത്, ആ ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങാന്നല്ലാതെ അതിനൊരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയോ ഒന്നുമില്ലെങ്കിലും ആ ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബ്ലം ഐ എം എക്സ്പീരിയൻസിങ് നൗ? ഇപ്പോ ഞാൻ ചെയ്യുന്ന ഈ പ്രശ്നത്തിന് എന്ത് സൊല്യൂഷനാണ് എനിക്ക് ചെയ്യാൻ പറ്റുക? അറ്റ്ലീസ്റ്റ് ഈ ചിന്തയിൽ നിന്നെങ്കിലും, ഈ ഒരു എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്നെങ്കിലും എനിക്കൊന്ന് പുറത്തു വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് പവർ ഓഫ് റൈറ്റിംഗ് ആണ്. മുന്നേ ഒരു ലെറ്റർ ടു ദ ഗോഡ് എന്ന സെഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കൊരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ കുറിച്ച് ഈശ്വരനോട്, ഗോഡിനോട് വ്യക്തമായി അതിനെക്കുറിച്ച് എഴുതി സൂക്ഷിക്കുന്ന ഒരു ടെക്നിക്ക് സൈക്കോളജിയിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു ടെക്നിക്കുകളെ കുറിച്ചാണ് ഇവിടെ പഠനങ്ങൾ പറയുന്നത്. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾ ആലോചിച്ച് വളർന്ന് വട്ടം കറങ്ങുന്നതിനേക്കാളും നല്ലത്
നിങ്ങൾ അതിനെ ഒന്ന് ഒരു പേപ്പറിലേക്ക് എഴുതാനുള്ള ഒരു ശ്രമം നടത്തുക. ഞാനും ഇത് പഠിച്ചിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആ പ്രോസസ്സിലേക്ക് കടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തന്നുകൂടാ എന്നുള്ളത്. എന്തായാലും അതിന്റെ ഒരു ശക്തി ഞാനും എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ഞാനും എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ പവർ ഓഫ് റൈറ്റിംഗ്, അതായത് റൈറ്റിംഗ് ഈസ് തിങ്കിങ് മെയ്ഡ് വിസിബിൾ എന്നാ പറയുന്നത്. അവിടെ നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടുന്ന ആ ചിന്തകളുടെ ഒരു ലൂപ്പ് ഉണ്ട് എന്നാ പറയുന്നത്. അതിങ്ങനെ വട്ടം കറന്ന് ഒരു ചുഴി പോലെ കറങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തു വരാൻ, അറ്റ്ലീസ്റ്റ് ആ ചിന്തയിൽ നിന്ന് നമുക്കൊന്ന് മാറി നിൽക്കാൻ ഒരു എളുപ്പമാർഗം റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. നമുക്ക് അതിനു വേണ്ടി ഒരു പുസ്തകം കൂടി സൂക്ഷിച്ചു വെക്കാം എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ദ ഗോൾ ഈസ് ക്ലാരിറ്റി നോട്ട് ദ ആർട്ട് എന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ നിന്ന് പുറത്തു വരിക, അതിനൊരു ക്ലാരിറ്റി കിട്ടാനാണ്. അല്ലാതെ നമ്മൾ എഴുതുന്ന എഴുത്തിന് ഒരു എന്താ പറയുക, ഒരു ലിറ്ററേച്ചർ പോലെയോ അതിന് ഭംഗിയുള്ള വാക്കുകളോ ഒന്നും ഇവിടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എഴുതുമ്പോൾ പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. എഴുതുമ്പോൾ നമ്മൾ വ്യക്തിയും തിരുത്തിയും നമ്മളത് ഭംഗിയാക്കണ്ട. നമ്മുടെ കയ്യക്ഷരത്തിന്റെ ഭംഗിയോ നമ്മൾ എഴുതുന്ന ലാംഗ്വേജിന്റെ ഭംഗിയോ ഒന്നും ചിന്തിക്കേണ്ടതില്ല. ജസ്റ്റ് കീപ് ഓൺ റൈറ്റിംഗ്. അപ്പൊ മനസ്സിൽ തോന്നുന്നത് എന്തോ അത് എഴുതുക എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എടുത്തു പറയുന്നത്. മൂന്നാമത്തത് റൈറ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ഇമോഷണൽ റിലീഫ് എന്നാണ് പറയുന്നത്. അതായത് ആങ്കറോ വറിയോ സ്ട്രെസ്സോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്കത് എഴുതുക എന്നാണ് പറയുന്നത്. അതായത് ഈ ഇമോഷണൽ റിലീഫ് ഇതിൽ നിന്ന് പുറത്തു വരാൻ അത് നമ്മൾ ഏറെ സഹായിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ കടന്നു പോകുന്ന സ്ട്രെസ് ആയിക്കോട്ടെ, അതിനെ എഴുതുമ്പോൾ അത് തിരിച്ചറിയാനും അത് പുറത്തേക്ക് തിരിച്ചറിഞ്ഞ് നമുക്കത് സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനും നമുക്കത് എളുപ്പം സാധിക്കും എന്ന് കൂടി മൂന്നാമതായിട്ട് ഇതിൽ പറയുന്നുണ്ട്. നാലാമതായിട്ട് ഡോക്യുമെന്റിങ് യുവർ സ്റ്റോറി. എന്താണ് ഡോക്യുമെന്റിങ് യുവർ സ്റ്റോറി? ഒരു പക്ഷെ ജോലിയിലൊക്കെ നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഈ ഡോക്യുമെന്റ്സ്? ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് ആയിരിക്കുകയാണെങ്കിൽ ഒരു മീറ്റിംഗിൽ എത്ര പേര് പങ്കെടുത്തു, അതിൽ എന്തൊക്കെ ഡിസിഷൻ എടുത്തു, അതിലൂടെ എന്ത് ഭാവിയിലേക്ക് എന്ത് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, ഇതാണ് ഒരു ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്കും ഡോക്യുമെന്റ് ചെയ്യാം. എങ്ങനെയൊക്കെ എന്തെല്ലാം ഡോക്യുമെന്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോസസ്സ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വിജയിച്ചില്ല, അത് തോറ്റുപോയി, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ക്ലാരിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫെയിലിയറിനെ കുറിച്ചാണെങ്കിലും സക്സസിനെ കുറിച്ചാണെങ്കിലും എഴുതി ക്ലാരിറ്റി കൊണ്ടുവരാ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെയിലിയർ, ഇപ്പൊ ഈവൺ ഫെയിലിയർ ആണെങ്കിൽ പോലും അതിലേക്ക് എന്തുകൊണ്ട് ഞാൻ ആ ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സ് എന്തുകൊണ്ട് ശരിയായില്ല എന്നുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം കൂടി ഡോക്യുമെന്റേഷൻ ആണ്. എഴുതി അതൊരു ഫയലായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നു. അമ്മ ഒരു ഡോക്യുമെന്റ് എടുക്കാൻ വന്നതാണ്. അതാണ് എന്റെ പിന്നിലെ അമ്മയെ കണ്ടത്. ഓക്കെ, അമ്മയുടെ ഒരു ഡോക്യുമെന്റ് എടുക്കാനാണ് വന്നത്. അതായത് അമ്മയും എഴുത്തിലാണ്. അമ്മയും ചെയ്യുന്ന പ്രോസസ്സ് എഴുതുന്നത് ഞാൻ കാണാറുണ്ട്. അങ്ങനെ എഴുതി വെച്ചൊരു ഡയറി എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എടുത്തോളാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അമ്മയുടെ ഡോക്യുമെന്റ് എടുക്കാൻ വന്നു, ഡയറി എടുത്തുകൊണ്ട് പോയി. ഓക്കെ, അപ്പൊ ഇനി നാലാമത്തത് ആയിട്ട് പറയുന്നത്, അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി നാലാമതായിട്ട് ഡോക്യുമെന്റിങ് യുവർ സ്റ്റോറിയാണ്. എന്താണ് സ്റ്റോറി എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാം എന്നാ പറയുന്നത്. നമ്മുടെ സ്റ്റോറികൾ അത് എഴുതി സൂക്ഷിക്കാം. ഈ അഞ്ചാമത്തെ ഡിസ്കവറിങ് യുവർ ട്രൂത്ത്. എന്താണ് ഡിസ്കവറിങ് യുവർ ട്രൂത്ത് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എഴുതാം. ഇതാരും കാണില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. നമുക്ക് വേണേൽ എഴുതി സൂക്ഷിക്കണം എന്നില്ല, കീറിക്കളയാം എന്നുകൂടി പഠനങ്ങൾ പറയുന്നു. കാരണം മറ്റുള്ളവർ വായിച്ചാൽ ഇത് പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതി കഴിഞ്ഞതിന് ശേഷം കീറിക്കളയാം. കാരണം എഴുതുന്നോട് കൂടി അവിടെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും. പിന്നെ അത് സൂക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളത് കൊണ്ടുവയ്ക്കുമ്പോൾ അതെവിടെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ, അത് വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് പിന്നീട് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് നല്ലത് ഏറ്റവും എഴുതുക, അത് അവസാനം കീറിക്കളഞ്ഞ് നിങ്ങൾക്കത് ഡിസ്പോസ് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒരു ട്രൂത്ത് കണ്ടുകഴിഞ്ഞാൽ ആർക്ക് ഡീപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ചോദ്യങ്ങൾ എഴുതുക. എഴുതുമ്പോൾ അത് കണ്ടെത്താൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, പറയുന്നത് എന്ന് പറയാനുള്ള കാരണം ഞാനും ഇത് എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് ആ പ്രോസസ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. പലപ്പോഴും എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം വെച്ചാൽ, ഞാൻ ജോലിയിൽ ഡോക്യുമെന്റ് ചെയ്യാറുണ്ട്. ദിവസവും ചെയ്യുന്ന ജോലി ഡോക്യുമെന്റ് ചെയ്ത് ഞങ്ങളുടെ ഓഫീസിലെ മാനേജർക്ക് അയച്ചു കൊടുക്കും.
അപ്പൊ അവിടെ ഞാൻ ഇന്നലെ എന്ത് ചെയ്തു, ഇന്ന് എന്ത് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കണം എന്നൊരു ക്ലാരിറ്റിയിലേക്ക് വരാറുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി എന്റെ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് പോലും ഒരു ക്ലാരിറ്റി, ഇന്ന എന്നൊക്കെയാണ് അവർ ചെയ്യുന്നത്, ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതേപോലെ കൃത്യമായിട്ട് നമുക്ക് ഡോക്യുമെന്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റി കിട്ടും എന്നും കൂടി പറയുന്നു. ഇനി ഡയറക്റ്റിംഗ് യുവർ ഫെയിലിയർ, നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഞാൻ ഈ പ്രോസസ്സിൽ തോറ്റു, എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഇത് സക്സസ് ആയില്ല എന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ ഞാൻ തോറ്റുപോയി, അല്ലെങ്കിൽ ഇത് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ആലോചിച്ച് ചിന്തിച്ച് വഷളാക്കാറുണ്ട്. അതിന് പകരം ഞാൻ ഇന്ന് ചെയ്ത പ്രോസസ്സ്, ഇന്ന് പുറപ്പെട്ടപ്പോ എന്തുകൊണ്ട് ഞാൻ ഈവൻ ബസ് പോലും കിട്ടിയില്ല എന്ന് ചോദിച്ചു. ആ ബസ് കിട്ടാത്തത് കൊണ്ട് എനിക്ക് എന്ത് പറ്റി? എന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫെയിലിയറിലേക്ക് പോയി. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് ചിന്തിച്ച് പ്രശ്നമാക്കുന്നതിന് പകരം നമ്മൾ അതിന് പേരിൽ ആ പ്രോസസ്സ് എഴുതുക, ഡോക്യുമെന്റ് ചെയ്യുക, ഓരോ പ്രോസസ്സും എഴുതുക. ഇന്ന് രാവിലെ ആരംഭിച്ചപ്പോൾ അത് മിസ് ആവാനുള്ള കാരണം എന്ത് എന്ന് പോലും എഴുതി സൂക്ഷിച്ച് കണ്ടെത്താവുന്നതാണ് എന്നാണ് പറയുന്നത്. സോ ഡയറക്റ്റിംഗ് യുവർ ഫെയിലിയർ ബൈ റൈറ്റിംഗ് യുവർ എക്സ്പീരിയൻസസ് എന്ന് കൂടി പറയുന്നുണ്ട്. ഇനി ഏഴാമതായിട്ട് പറയുന്ന ചോദ്യം, ദ പവർ ഓഫ് ഐ ആം. നമുക്കറിയാം നമ്മൾ അഫർമേഷൻ എഴുതുന്ന ആൾക്കാരാണ്. അപ്പൊ ഐ ആം സക്സസ്ഫുൾ, ഐ ആം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല അഫർമേഷൻസും എഴുതാറുണ്ട്. ഇവിടെ പവർ ഓഫ് ഐ ആം എന്ന് പറയുന്നത്, ഇന്ന് ഇപ്പൊ ഈ പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോ ഞാൻ ഇങ്ങനെയാണ് പെരുമാറിയത്, അതായത് ഇത് ഐ ആം ലൈക്ക് ദിസ്, അതായത് ഓപ്പൺ ആയിട്ട് അവിടെ നമ്മൾ മാത്രം കാണുന്ന ഒരു റൈറ്റിംഗ് ആണ്, ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഒരു മറയും കൂടാതെ, ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യാതെ, അവിടെ ജഡ്ജ്മെന്റ് ഇല്ലാതെ ഓപ്പൺ ആയിട്ട് എഴുതുക. അത് എന്ത് ചിന്തയാണെങ്കിൽ പോലും, ഈവൺ എനിക്ക് അവരെ കണ്ടപ്പോൾ ഒരു അസൂയ തോന്നി എന്ന് വിചാരിക്കാം. ഇവരിതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നൊരു മനസ്സിൽ ഒരു അസൂയ തോന്നി, ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു മറ്റുള്ളവരെ കണ്ടപ്പോൾ. ഈവൺ ആ ചിന്ത പോലും നിങ്ങൾ എഴുതുക എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തത്? അതായത് ഇവിടെ ആരും കാണുന്നില്ല, പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. നമുക്ക് ഭയമാണ്, എന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ എഴുതുക, മോശമല്ലേ എന്നൊരു തോന്നലിലേക്ക് നമ്മൾ വരും. കാരണം ഇതൊന്നും നമ്മൾ ആരോട് പറയാത്ത കുറെ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടാവും. അപ്പൊ ഇതുപോലും എഴുതി 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 കണ്ടെത്തുക എന്ന് പറയുന്നത് ദ പ്രാക്ടീസ് ഓഫ് ലിസ്റ്റിംഗ്. ഇനി അടുത്തത് പറയുന്നത്, എട്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ലിസ്റ്റിംഗ്. അതായത് നമ്മുടെ വറീസ്, നമ്മൾ എന്തിനൊക്കെ ഗ്രേറ്റ്ഫുൾ, നമ്മൾ ചെയ്യാറുണ്ടല്ലോ ഗ്രേറ്റ്ഫുൾ ആയിട്ട്, നമുക്ക് എന്തെല്ലാം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ എഴുതി തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ പഠിച്ചപ്പോൾ ഇതൊക്കെ എഴുതി തയ്യാറാക്കുന്ന വ്യക്തികളായിരുന്നു. പക്ഷെ ഇന്ന് എത്ര പേര് അതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിട്ടുള്ള പേരുകൾ. അതിന് പറയുന്ന റീസൺ ഇത്രയേ ഉള്ളൂ, സമയമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സമയം കണ്ടെത്തി, ഞാൻ പറഞ്ഞു ഇതിനൊരു അരമണിക്കൂർ ഒന്നും വേണ്ട. ഇപ്പൊ തോന്നണം, രാവിലെ ഞാൻ എഴുന്നേറ്റു, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ജസ്റ്റ് ആ ബുക്കിൽ ഒന്ന് എഴുതുക എന്ന് പറയുന്നു. കാരണം അത് എഴുതുമ്പോൾ സംതിങ് ഈസ് ഹാപ്പനിങ് എന്നാണ് പറയുന്നത്. ഗ്രേറ്റ്ഫുള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ, നമുക്ക് പുതിയതായിട്ടുള്ള ഒരു വിഷനിലേക്ക് എത്തിക്കാൻ അത് നമ്മളെ കൂടുതലായിട്ട് സാധിക്കുന്നു. അപ്പൊ ലിസ്റ്റ് യുവർ തിങ്സ് വാട്ട് എവർ ഇട്ട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. നമുക്ക് എന്തെല്ലാം വേണം, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് പകരം നമ്മളോട് പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ലിസ്റ്റ് ആക്കി കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മണി സേവ് ചെയ്യാം. എന്തുകൊണ്ടാണ്? ആ റൈറ്റിങ്ങിലുള്ള പവറാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് നോക്കിയിട്ടായിരിക്കും സാധനങ്ങൾ വാങ്ങുന്നത്. മറിച്ച് എന്ത് ചെയ്യും, ഈ കാണുന്നൊക്കെ അതെന്തായാലും വേണം, പക്ഷെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓൾറെഡി വീട്ടിലുണ്ടാവും, 2 പാക്കറ്റ് ഉണ്ടാവും, എന്നാലും ആവശ്യം ഉണ്ടല്ലോ എന്ന് ചോദിച്ച് വീണ്ടും വാങ്ങി വെക്കും. അതാണ് പവർ ഓഫ് റൈറ്റിംഗ്. നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ എളുപ്പം അതാണ് ചിന്തിക്കാനുള്ളത്. നമ്മൾ എവിടെ പുറത്തേക്ക് പോകുമ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടാൻ ഇന്ന് ഞാൻ എന്തിനു പോകുന്നു എന്ന് പോലും ഒന്ന് എഴുതി സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ഇനി 9ാമതായിട്ട് പറയുന്നത്, റൈറ്റ് വാട്ട് യു ആർ അഫ്രൈഡ് ടു സേ. അതായത് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പേടിക്കുന്നത് എന്ന് കൂടി നിങ്ങൾക്ക് എഴുതാം. അപ്പൊ നമുക്കൊരു ഓഫീസിലാണെങ്കിൽ നമുക്കൊരു ഹയർ അതോറിറ്റി, അവിടെയാണല്ലോ ഭയം എന്ന് പറയുന്നത്. നമ്മളിനേക്കാളും പവർ കൂടിയവരെ കുറിച്ചാണ് നമുക്ക് ഭയം, താഴെയുള്ളവരെ കുറിച്ച് നമുക്ക് ഭയമൊന്നുമില്ല, അവരോട് നമുക്ക് എന്തും പറയാം എന്നൊരു തോന്നലാണ് നമുക്ക്. അപ്പൊ ഒരു ഹയർ അതോറിറ്റിയിലോട് അല്ലെങ്കിൽ ആരോടെങ്കിലും അല്ലെങ്കിൽ ഉള്ളിലൊരു ഭയം ഫീൽ ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യാനൊരു ഭയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭയത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പൊ തന്നെ 9 പോയിന്റ്സ്, ഇതിനൊക്കെ എവിടെയാ സമയം? അങ്ങനെയാണെങ്കിൽ 10ാമത്തെ പോയിന്റ് നിങ്ങളെ രക്ഷപ്പെടുത്തും തീർച്ചയാണ്. ഈ 9 പോയിന്റും എഴുതാൻ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ഈ 9 പോയിന്റും ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയാണ് ഇതിനൊക്കെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു സൊല്യൂഷനാണ് 10ാമത്തെ പോയിന്റ്.
10ാമത്തെ പോയിന്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡു യുവർ വർക്ക് കൺസിസ്റ്റന്റ്ലി. ദിവസവും ഒരു ലൈനെങ്കിലും എഴുതാം. നിങ്ങൾ 10 പോയിന്റും എഴുതണം യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത് ആ ഒരു പോയിന്റ്. ഇന്ന് എനിക്ക് തോന്നി ഇപ്പൊ ഇന്ന് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസ് എങ്കിലും എഴുതി തുടങ്ങുക. ഇന്ന് ഒരു സെന്റൻസിൽ എഴുതിയാൽ നാളെ അടുത്ത സെന്റൻസ്. ഇന്ന് നമ്മൾ നേരം വിളിക്കും. ഇപ്പൊ ഞാൻ മെഡിറ്റേഷനിൽ കയറിയില്ല, അപ്പൊ നമുക്ക് ഇന്ന് മെഡിറ്റേഷന് കയറാത്ത മോശമായിരിക്കും. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ ചിന്തിക്കുന്നതിന് വല്ല സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പറയും അതൊക്കെ അങ്ങനെ. അപ്പൊ നമ്മൾ എക്സ്ക്യൂസ് അവിടെ പറയും കേട്ടോ. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഉറങ്ങിപ്പോയി, ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടല്ലേ കിടന്നത്, അത്രയും വർക്ക് ഉണ്ടായിരുന്നില്ലേ. നമ്മൾ തുടങ്ങും എക്സ്ക്യൂസ് പറയാൻ. അത് എക്സ്ക്യൂസസ് പറയുന്നത് നിർത്തി ജസ്റ്റ് ഒരു സെന്റൻസ്. ഇന്ന് മെഡിറ്റേഷനിൽ ഞാൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് പോലും ഞാൻ ജോയിൻ ചെയ്തില്ല. അതിന് പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് എഴുതുക. അവിടെ ആ കാരണങ്ങൾക്കിടയിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും എന്നാ പറയുന്നത്. ആ പോയിന്റ് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും. ഞാൻ ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പഠിച്ചതേ ഉള്ളൂ, ഇതിനെക്കുറിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്നും ഒരു സെന്റൻസ് മാത്രമേ ഞാൻ ഇന്ന് എഴുതിയുള്ളൂ. കാരണം എഴുത്ത് ഒരു മടിയുള്ള ഒരു അവസ്ഥയിലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമുക്കൊരു മടി ഫീൽ ചെയ്യും. പക്ഷെ അവിടെ ഒരുപാട് നിങ്ങളുടെ ലാംഗ്വേജിനെ കുറിച്ചോ നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് ഡു ഇറ്റ്. ഒരു ആളോട് പറയുന്നത് പോലെ നിങ്ങൾ അന്ന് എഴുതി നിറയ്ക്കുക എന്നാണ് പറയുന്നത്. അത് ഒരു സെന്റൻസ് ആയാലും 2 സെന്റൻസ് ആയാലും 9 പോയിന്റ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് എഴുതി പരിശീലിച്ച് ദിവസവും ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു ദിവസം ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കില്ല. അത് റിസൾട്ടും ഉണ്ടാക്കാൻ ഒരു മിറാക്കിളും ഇവിടെ സംഭവിക്കില്ല എന്ന് കൂടി എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി പവർ ഓഫ് റൈറ്റിംഗിന്റെ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ആദ്യം പറയുന്നത് റൈറ്റിംഗ് ഈസ് തിങ്കിങ്. അതായത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തയെ കടലാസിലേക്ക്, പേപ്പറിലേക്ക് പകർത്തുക. അവിടെ നമ്മൾ ആ ചിന്തയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന ലൂപ്പിൽ നിന്നും പുറത്തു വരാൻ നമ്മെ സഹായിക്കും. തീർച്ചയാണ്. രണ്ടാമത് ദ ഗോൾ ഈസ് ക്ലാരിറ്റി, നോട്ട് ആ എഴുത്ത് കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. എന്റെ കൈയക്ഷരം, അപ്പൊ നമ്മൾ കാണുന്നത് എഴുതുമ്പോൾ കാണുന്ന നമ്മുടെ കൈയക്ഷരം വളരെ മോശമാണ്. പിന്നെ നമ്മൾ അത് ഭംഗിയാക്കാൻ നോക്കും. അതൊന്നും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ബോധർ ചെയ്യാതെ, നിങ്ങൾ ഈ എഴുത്തിന്റെ ലാംഗ്വേജിനെ പോലും തിരിച്ച് ചിന്തിക്കാതെ എഴുതുക. അതിന്റെ ഒരു ഗോൾ ഉണ്ട്. ഞാൻ ഇപ്പൊ കടന്നു പോകുന്ന ഈ ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വരണം. അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ എളുപ്പം സാധിക്കും എന്ന് കൂടി പറയുന്നു. മൂന്നാമത്, റൈറ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ഇമോഷണൽ റിലീസ് ആണ്. അതായത് അത് എന്തായിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, ആങ്കർ ആയിക്കോട്ടെ, വറി. ഞാൻ ഇന്ന് ദേഷ്യപ്പെട്ടു. ഒരു ഇൻസിഡന്റ് കൂടി ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിങ്ങിനായിട്ട് ഒരു പാരന്റ് വിളിച്ചപ്പോൾ പറഞ്ഞു, ഇന്നലെ കുഞ്ഞുമായിട്ട് സംസാരിച്ച് ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞിട്ട് ഉന്തും തള്ളുമായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എന്ത് തോന്നി? അപ്പൊ അവൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് എന്നാണ് പാരന്റ് പറഞ്ഞത്. പക്ഷേ അവിടെ കുട്ടി ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞു. കുട്ടി ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഈ പാരന്റ് ഇത്ര അല്ലെങ്കിൽ വിവേകമില്ലേ, ഒന്നുമില്ലെങ്കിൽ എന്നെക്കാളും വയസ്സിന് മൂത്താണല്ലേ, ഇവൻ ഇങ്ങനെ ചിന്തിക്കാമോ, ഇങ്ങനെ പ്രവർത്തിക്കാമോ എന്നാണ് കുട്ടി ചിന്തിക്കുന്നത്. പകരം അത്തരം നമുക്ക് ദേഷ്യപ്പെടുന്ന സമയത്ത് കുട്ടികളോടായാലും, എനിക്ക് ഇന്ന് അവൻ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നമ്മൾ അവിടെ ഷൗട്ട് ചെയ്യാനുള്ള ഒരു ത്വരയായിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ വരുന്ന ഒരു തോന്നലുണ്ടെങ്കിൽ, പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ട് ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, പക്ഷെ സാധിക്കുന്നില്ല. അത്തരം വറീസ് വരുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടാൻ ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേപ്പർ എടുക്കുക. ജസ്റ്റ് നമുക്ക് ഉള്ളിൽ തോന്നുന്ന വികാരം എഴുതുക. എനിക്ക് ഇന്ന് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, എനിക്കത് കണ്ടപ്പോൾ ദേഷ്യം തോന്നി, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു സെന്റൻസ് എഴുതുക എന്ന് പറയുന്നു. എഴുതുമ്പോൾ തന്നെ അവരുടെ ക്ലാരിറ്റിയിലേക്ക് നമ്മൾ വരും. എന്തിനാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, എന്താണ് എന്നെ ദേഷ്യപ്പെടാനുണ്ടായ കാരണം എന്നുകൂടി നമ്മളോട് സംസാരിച്ച് നമുക്കതിന് ക്ലാരിറ്റി വരുത്താൻ പറ്റും. ഇത് ഒരു ചെറിയ പ്രോസസ് അല്ല, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് എഴുതി തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയൂ എന്ന് കൂടി എടുത്തു പറയുന്നുണ്ട്. നാലാമതായിട്ട്, ഡോക്യുമെന്റിങ് യുവർ സ്റ്റോറി. അത് എന്തും ആയിക്കോട്ടെ, നിങ്ങളൊരു വിജയം നേടിയാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് ആഘോഷിച്ച് തീർക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കില്ല. പക്ഷെ ഒരു തോൽവി സംഭവിച്ചാലോ, നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വിജയമായിക്കോട്ടെ, അതിനെക്കുറിച്ച് പോലും നിങ്ങളുടെ ഒരു ഡോക്യുമെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ സൈക്കോളജിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു
നിങ്ങളുടെ ജീവിതം ഒരു പുഴ പോലെ സങ്കല്പിക്കുക എന്ന് പറയാറുണ്ട്. ഈ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, ഈ സൈക്കോളജി ആയിട്ട് പഠിക്കുന്ന സമയത്ത്. അപ്പൊ ആ ഒരു പുഴയെക്കുറിച്ച്, ജീവിതമാകുന്ന ആ പുഴയെക്കുറിച്ച് നിങ്ങൾ ഒരു അസൈൻമെന്റ്, അതായത് ഒരു ഡോക്യുമെന്റേഷൻ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് തരുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ജനിച്ച കാലഘട്ടം മുതൽ എന്തൊക്കെയാണെന്ന് ഓർത്തെടുത്ത് എഴുതാൻ ഒരു ശ്രമം പോലും ഞാനൊക്കെ നടത്തി. ഒരു പുഴയല്ല, ജനിച്ച സമയം മുതൽ ഇന്ന് ഈ നിമിഷം വരെ കടന്നുപോയ ആ സമയം ഏതുവരെയാണോ അന്ന് കടന്നുപോയ എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ എഴുതി തുടങ്ങും. കാരണം അതൊരു ഡോക്യുമെന്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അസൈൻമെന്റ് ആയിരുന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു, എന്തൊക്കെ കൂടെ ഞാൻ പോയി എന്ന് കൃത്യമായ ഒരു ക്ലാരിറ്റി കിട്ടിയതാണ്. അപ്പൊ എഴുതി തുടങ്ങിയപ്പോൾ വിചാരിച്ചു, ഓ ഇതൊക്കെ ഒരു പേജിലോ 2 പേജിലോ എഴുതാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. പക്ഷെ എഴുതി എഴുതി ഇത് കൊണ്ടുപോയി അപ്പൊ 25 പേജിൽ അപ്പുറത്ത് എഴുതി എന്നുള്ളതാണ്. കാരണം ഇന്ന് വരെയുള്ള, അന്ന് എന്നാണോ ആ പഠന സമയത്ത് ആ അധ്യാപകൻ പറഞ്ഞത് അന്ന് വരെയുള്ള ഒരു ആ പുഴയെക്കുറിച്ച്, ജീവിതമാകുന്ന പുഴയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. എഴുതി എഴുതി നോക്കുമ്പോൾ 25 പേജിൽ അപ്പുറം പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ അതാണ് എഴുത്തിന്റെ ശക്തി. അപ്പോഴാണ് കുറെ ക്ലാരിറ്റികൾ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഡോക്യുമെന്റ് യുവർ സ്റ്റോറി ഒന്ന് എഴുതാനുള്ള ശ്രമം നടത്തി നോക്കും. ഡിസ്കവറിങ് യുവർ ട്രൂത്ത്, അതായത് നിങ്ങളുടെ ജീവിതത്തിലെ സത്യാവസ്ഥകളെ കുറിച്ച് തിരിച്ചറിയാം. അതിന് എന്ത് വേണം? ആസ്ക് ഡീപ്പർ ക്വസ്റ്റ്യൻ. എന്താണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി എന്താണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ എന്തൊക്കെയാണ് എന്റെ പ്രശ്നങ്ങൾ? നമ്മളിലേക്ക് ആഴത്തിലിറങ്ങി നമ്മൾ ഡീപ്പലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക. അതിനെക്കുറിച്ച് ഡോക്യുമെന്റ് ചെയ്യുക. ഡയറക്റ്റിംഗ്, ആറാമതായിട്ട് പറയുന്നത് ഡയറക്റ്റിംഗ് യുവർ ഫെയിലിയർ. അതായത് ഇന്നലെ ഒരു ദോശ കരിഞ്ഞു എന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എഴുതി സൂക്ഷിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ എഴുതേണ്ട കാര്യമുണ്ടോ? കുഞ്ഞു കാര്യങ്ങളിൽ കൂടി ബേബി സ്റ്റെപ്പിലൂടെ ചെയ്യുമ്പോൾ മാത്രമേ വലിയ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ എന്നതാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പോലും നിങ്ങൾക്ക് എഴുതാം. നമ്മളൊരു ചായ ഉണ്ടാക്കി, അത് വളരെ മോശമായി പോയി, നമുക്കത് ഫീൽ ചെയ്താൽ അത് കുടിച്ച വഴക്ക് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓ ഇത് ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത് പറഞ്ഞ് ആരെങ്കിലും ചോദിച്ചാൽ അപ്പൊ നമ്മൾ എന്ത് പറയും? ചായ ഉണ്ടാക്കിയ ആളെന്ത് പറയും? ചായ ഉണ്ടാക്കി കൊടുക്കാൻ പോരാ, അതിന് ഇനി അത് ഞാൻ തീർത്തു എന്നാ പറയും. ഞാൻ ഈ തിരക്കിലിടങ്ങി എന്തെല്ലാം ഇതിൽ കൂടിയാണ് ഞാൻ പോയിട്ടാണ് ആ ചായ ഉണ്ടാക്കി, എന്തൊക്കെ തിരക്കിൽ ഓൾറെഡി നേരം വൈകി, നമ്മൾ പറയുന്ന എക്സ്ക്യൂസ് ആണ്. ഓൾറെഡി നേരം വൈകി എന്നിട്ട് ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തു, അവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചായ ഉണ്ടാക്കാമായിരുന്നല്ലോ. ഇതാണ് നമ്മൾ പറയുന്ന എക്സ്ക്യൂസസ്. ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്നതിന് പകരം ഇന്ന് ചായ ഉണ്ടാക്കിയത് പോലും മോശമായി പോയി എന്ന് എഴുതാം. ഒരു ബസ് മിസ് ചെയ്താൽ അതുപോലും എഴുതാം. അതാണ് പവർ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഏഴാമതായിട്ട് പറയുന്നത് പവർ ഓഫ് ഐ ആം. അതായത് ഞാൻ എന്താണ് എന്നുള്ളത് ഐ ആം എന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി എന്ന് പറയും. കാരണം അഫർമേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടാവും എന്ന് എനിക്ക് നല്ല തീർച്ചയാണ്. അപ്പൊ അതില് കുറച്ചും കൂടി ഡീപ്പായിട്ട് എഴുതി തുടങ്ങുക. ഇന്ന് രാവിലെ എനിക്ക് ഫീൽ ചെയ്തത് ഇങ്ങനെയാണ് എന്ന് തുടങ്ങി എഴുതുക. ഇനി എട്ടാമത്, ഇത് എഴുതി തുടങ്ങിയിട്ട് എനിക്കും കുറച്ച് മടിയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ 10ാമത്തെ പോയിന്റ് കേട്ടപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും സമാധാനം നേടി. 8ാമത്തെ പോയിന്റ് ഇതാണ്, പവർ ഓഫ് ലിസ്റ്റിംഗ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എഴുതി കൊണ്ടുപോകണം എന്ന് പറയുന്നതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും കാണാം, അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എഴുതി കൊണ്ടുപോയത് നോക്കി നോക്കി അത് മാത്രമേ നമ്മൾ വാങ്ങുള്ളൂ. ഇത് എഴുതി കൊണ്ടുപോയിട്ടില്ലേതോ അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ വാങ്ങിയിട്ട് ആവശ്യമില്ലാത്ത പൈസ മുഴുവൻ അവിടെ ചെലവാക്കി തിരിച്ചു പോകുന്ന അവസ്ഥയാണ്. പോയത് 2 സാധനം വാങ്ങാനാണ്, തിരിച്ചു വന്നത് 12 സാധനമായിട്ടാണ്. അപ്പൊ ഈ 10 സാധനം എക്സ്ട്രാ വാങ്ങുകയും ചെയ്തു, അതിലൂടെ പണം നഷ്ടമാവുകയും ചെയ്തു. അതാണ് ഈ പവർ ഓഫ് റൈറ്റിംഗ്. എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ എഴുതി കൊണ്ടുപോകുക എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനെ കുറിച്ചും ലിസ്റ്റ് ചെയ്യുക. ഇപ്പൊ കടന്നു പോകുന്ന സൊല്യൂഷനിൽ എന്തൊക്കെ പോസിബിൾ ആയിട്ട് എനിക്ക് കണ്ടെത്താനാകും, ഇതിനെക്കുറിച്ച് ലിസ്റ്റുകൾ തയ്യാറാക്കുക. അതിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റ് നമ്മളെ ഏറെ സഹായിക്കും എന്ന് പറയുന്നു. 9ാമതായിട്ട് പറയുന്നു റൈറ്റ് വാട്ട് യു ആർ അഫ്രൈഡ് ടു സേ. പറയാൻ മടിക്കുന്നതെന്തോ പേടിക്കുന്നതെന്തോ അതിനെക്കുറിച്ച് എഴുതുക. ദർ ഇസ് എ കോർ വേർ ദ യുവർ ഇമോഷണൽ ട്രൂത്ത് റിസൈഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ പേടിക്കുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ സത്യം തിരിച്ചറിഞ്ഞ് നമുക്ക് അതിനെ തിരിച്ചറിഞ്ഞ് ഒരു ഭയവും ഇല്ലാതെ അതിനെ നേരിടാൻ കഴിയും എന്ന് കൂടി പറയുന്നു. ഇനി 10ാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് കുറച്ചൊക്കെ ഒരു സമാധാനം. ഇത് നിങ്ങൾ 9 പോയിന്റും എഴുതേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരു സെന്റൻസിലെങ്കിലും കൺസിസ്റ്റന്റ് ആയി സ്ഥിരമായി ഒരു പുസ്തകം സൂക്ഷിച്ചു വെച്ച് എഴുതുക എന്ന് പറയും. തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഞാനും ഇത് പഠിച്ച് ഒരു 2-3 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് വീണ്ടും പഠിച്ചു കൊണ്ട് അപ്പോഴും ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും വായിക്കുകയാണ്. കാരണം എഴുതാനുള്ള ഒരു മടി. കാരണം നമ്മളെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതിലേക്ക് തീർച്ചയായിട്ടും ഒരു മടി നമ്മളെ പിൻവലിക്കുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ കൺസിസ്റ്റന്റ് ആയി ഈ ഒരു പ്രോസസ്സിലൂടെ നടന്നു പോകാൻ സാധിച്ചാൽ
തീർച്ചയായിട്ടും ഇതിന്റെ ഒരു മിറാക്കിൾസ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമുക്ക് കൂടെ കൂടി ക്ലാരിറ്റി കിട്ടാൻ മുന്നോട്ട് പോകാൻ ഇത് ഏറെ സഹായിക്കും എന്ന് കൂടി പറയും. ഒരുപക്ഷെ ഒരുപാട് എഴുതി തയ്യാറാക്കുന്ന വ്യക്തികൾ നമുക്കിടയിൽ ഉണ്ടാവും. അതിനായിട്ട് സ്വന്തമായിട്ട് ഒരു ഡയറി സൂക്ഷിക്കുന്നവരുണ്ടാവും. എന്തിനാണ് ഈ ഡയറി എന്ന് ചോദിച്ചാൽ ഇതിനായൊക്കെയാണ് ഡയറി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്താണ്, അതിനുള്ള സൊല്യൂഷൻ എന്താണ്, അതിന് എന്തൊക്കെ ലിസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കുമ്പോൾ ക്ലാരിറ്റിയിലേക്ക് വരും. എന്തിനേറെ പറയും, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്നുണ്ടോ എന്ന് വിചാരിക്കാം. നമ്മളൊക്കെ എന്താ ചെയ്യുക, ആദ്യം അതിനെക്കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ഈ ലിസ്റ്റ് തയ്യാറാക്കുന്ന മനസ്സിലാണ്, അല്ല എഴുതിയിട്ടാണ് തയ്യാറാക്കുന്നത്. എഴുതി തയ്യാറാക്കുമ്പോൾ അവിടെ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി കിട്ടും. എന്തൊക്കെ വേണം, എന്തൊക്കെ ഇതിന് ഒഴിവാക്കാം, എന്തൊക്കെ കൂട്ടിച്ചേർക്കാം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് പവർ ഓഫ് റൈറ്റിംഗ്. ഈ പവർ ഓഫ് റൈറ്റിംഗ് അത്തരം ലിസ്റ്റുകളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന വറീസിലേക്കും കൂടി എഴുതി ചേർത്ത് അതിനാവശ്യമായ സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് തന്നെ സാധിക്കും എന്നുള്ളതാണ്. ഒപ്പം ഇത്തരം ബി മാജിക് പോലുള്ള പ്ലാറ്റ്ഫോമും കൂടി നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിലേക്ക് കൂടുതൽ ക്ലാരിറ്റികൾ കൂട്ടിച്ചേർക്കാൻ കഴിയും. ദിവസവും ഒരു സെന്റൻസ് എങ്കിലും എഴുതി പരിശീലിച്ച് ഈ പവർ ഓഫ് റൈറ്റിംഗ് കൊണ്ടുപോകാൻ എന്തായാലും ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചു. ഓൾറെഡി എഴുതി തുടങ്ങി. നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ ഒരു പവർ ശക്തി തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് I bless you all, I thank you all, and I love you all. Good day. മൂന്ന് തമ്പ് കിട്ടിയിട്ടാ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാരും നമ്പർ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, കൂടുതൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ ഫീഡ്ബാക്കും കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. പ്രവീണ മാം, ഓ, എഴുത്തിന്റെ ശക്തിയെ കുറിച്ചുള്ള ക്ലാസ് സൂപ്പർ ആയിട്ടുണ്ട്. പ്രവീണ മാമിനെ ഞാനിപ്പോ വിളിച്ചത്, ഞങ്ങളൊരു പരിപാടി നടത്തുന്നുണ്ട്. ബി മാജിക്കിന്റെ 2000 ദിവസം ആഘോഷിക്കാൻ പോവുകയാണ്. അത് നമ്മുടെ മുക്കത്ത് നമ്മളെ നൗഫൽ സാറിന്റെ നാട്ടിലാണ്. കക്കാടംപൊയിൽ അറിയും, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ വെച്ചാണ് നടത്തുന്നത്. ഏകദേശം 30 പേർക്കുള്ള ഒരവസരം അവിടെ ഉണ്ട്. അതിലിപ്പോ 23 പേരുമായിട്ടുണ്ട്. അപ്പോ അവിടെ നമ്മളെ ഹീലിംഗ് സ്പെഷ്യലിസ്റ്റുകൾ, അതേപോലെ തന്നെ EFTന്റെ ആളുകൾ, പിന്നെ NLPന്റെ ആളുകൾ, ഹിപ്നോതെറാപ്പിസ്റ്റുകൾ, മെഡിറ്റേഷൻ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഒരു വലിയൊരു പരിപാടിയാണ്. പ്രവീണ മാം പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ പങ്കെടുക്കുക. അതിന്റെ വിവരം പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, തീർച്ചയായിട്ടും സാറിന്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകൾക്ക് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും ശ്രമിക്കാം. ഓക്കെ, ഓക്കെ, എവിടെ നമ്മുടെ ഫീഡ്ബാക്ക് സെഷൻ ആണ്. എല്ലാരും വരാത്തത്? അൺമ്യൂട്ട് ചെയ്തോളൂ, ഫീഡ്ബാക്ക് പറയും. സാറ് പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. താങ്ക് യു മാം. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കാനും പറ്റിയ ഒരു സംഗതിയാണ്. നമ്മൾ എഴുതി വെക്കുമ്പോൾ വളരെ നമ്മൾ ഫോക്കസ്ഡ് ആകാനും നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് അത് നമ്മളെ ഓർമ്മയിൽ നിൽക്കാനും, അതൊരു വിഷ്വലൈസേഷന്റെ വേറൊരു ഭാഗമായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് കാണാനും പറ്റും. അപ്പൊ ശരീരവും മനസ്സും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആക്ടായിട്ട് മാറുകയാണ്. അപ്പൊ അത് കൂടുതൽ കാലം നമ്മളെ മെമ്മറിയിൽ ഉണ്ടാകുന്നു, മറക്കാതെ സൂക്ഷിക്കാനൊക്കെ പറ്റും. പിന്നെ അത് ഒരു ഡോക്യുമെന്റേഷൻ ആണ്. എപ്പോഴെങ്കിലും അത് അഥവാ മറവുണ്ടാച്ചാൽ എടുത്ത് നോക്കാനൊക്കെ പറ്റും ചെയ്യും.
അപ്പൊ അതും ഞാൻ പറഞ്ഞതുപോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സൂപ്പർ മാർക്കറ്റ് അവിടെ പോകുമ്പോൾ നമുക്കത് കൂടുതൽ സമയം സേവ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ നമ്മളെ നഷ്ടം ഒഴിവാക്കാനും പറ്റും എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമ്മളെ ഇമോഷൻസ്, അതായത് നമ്മളെ ഒരു നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം വരുമ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പകുതി സോൾവ് ആയി എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ അതിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്ന് നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു ഇതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ന്യൂനതയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എഴുതുമ്പോൾ അത് ക്ലാരിറ്റിയോടെ വരും, എന്ത് നമുക്കത് ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ എങ്ങനെ സഹായിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ഈ എഴുതി വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു മനസ്സും ശരീരവും ഒരു വളരെയധികം ഫോക്കസ്ഡ് ആവുന്നുള്ളതാണ്. അപ്പോൾ ഓരോ പ്രോബ്ലത്തിന്റെ ആ കറക്റ്റ് ഇതിലേക്ക് പോകാനും നമുക്ക് ഒരു നല്ല മെച്ചപ്പെട്ട ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും സഹായിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. നന്നായിരുന്നു. വെൽക്കം. മണിസാറ് പറഞ്ഞ പോലെ അവിടെ ഒരു സമയം കൂടി ലാഭമുണ്ട്. ശരിയാണ്, അത് വലിയൊരു പോയിന്റ് ആണ്. നമ്മൾ ഈ ആലോചിച്ച് ചിന്തിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ ആ സമയം കൂടി നമുക്കവിടെ സേവ് ചെയ്ത് എഴുതി വെക്കാം എന്നുള്ളത് പറയുന്ന സത്യമാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഒരു കൺഫ്യൂഷൻസ് ആണ് കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കേട്ടപ്പോ അതിനെക്കുറിച്ച് എഴുതി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എഴുതി തുടങ്ങുന്നു പറയും ഈ ഒന്ന് എഴുതുമ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ച മോശമായിപ്പോയി. അപ്പോൾ പിന്നെ ഈ ചിന്തയിലേക്കാണ് പോകുന്നത്, തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. ഈ തോന്നുന്നത് അപ്പം എന്തൊക്കെയാണെങ്കിലും എഴുതി വെക്കുക എന്ന് പറയുന്നത്. ഈ എഴുതി വെക്കുന്ന സമയത്താണ് നമ്മൾ പണ്ട് സുരാജ് വെഞ്ഞാറമ്മോട് പറയുന്നത്, ഇവരെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് എന്റെ വീട്ടിലുള്ള ആളെ എടുത്ത് കിണറ്റിൽ എറിയാൻ തോന്നുന്നതെന്ന് പറഞ്ഞത്. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് നമ്മളെ എടുത്ത് കിണറ്റിൽ എറിയാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതായത് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ ഏറെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഇത് നമുക്കൊക്കെ എഴുതുന്ന ഒരു ഗുണം കൂടി ഞാൻ പറയുന്നത്, ബി മാജിക്കിലൊക്കെ പങ്കെടുത്തവരെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകളെ കുറിച്ച് കേട്ടവരായിരിക്കും. അപ്പൊ ഇതിന് ഒരുപാട് സൊല്യൂഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ആവശ്യത്തിന് ചിലപ്പോൾ നമുക്ക് ഇത് ഉപകരിക്കാതെ വരുന്ന ഒരു അവസ്ഥ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിത് എഴുതുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കേട്ട ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ ആ എഴുതുന്ന സമയത്ത് സാറ് പറഞ്ഞതുപോലെ രണ്ടാമത്തെ സാർ എടുത്തു പറഞ്ഞ ഫോക്കസ്ഡ് എന്നാണ്. അതിലേക്ക് നമ്മുടെ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ആവുകയാണ്. ആ ഫോക്കസ് ആവുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷേ ഈ കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് അതിലേക്ക് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കും. എന്തായാലും ആ 2 പോയിന്റ് ആഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു മണി സർ. താങ്ക് യു മാം. പിന്നെ ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് എഴുതിയിട്ട് കീറി കത്തിക്കുകയോ ഒക്കെ ചെയ്യാന്നുള്ള അതും കൂടി മാം പറഞ്ഞിട്ടുണ്ട്. അതെ, ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമുക്ക് എഴുതി വെക്കാം. അത് തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ റിലീസ് ചെയ്യാനും കൂടി എളുപ്പമാർഗം കൂടിയാണെന്ന് പഠനം പറയുന്നുണ്ട്. എന്തായാലും ഞാനും അതിന്റെ ശ്രമത്തിലാണ്, തുടങ്ങിയിട്ടുണ്ട്. ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ പൂർണ്ണ വിശ്വാസം. ഓക്കെ, താങ്ക് യു മണിസ. മാജിക് മോർണിംഗ് മാം. മാജിക് മോർണിംഗ്. ഞാനും എൻ്റെ ചിന്തകൾ ചിലപ്പോൾ കൂടി വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോൾ ചിലതൊക്കെ എഴുതി വെക്കലുണ്ട്. പക്ഷെ അതെങ്ങനെ എഴുതി വെക്കാം അതിന്റെ ഡീറ്റെയിൽ മാം പറഞ്ഞതിന് വളരെ താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ബീന മാം. അതുണ്ടോ, ഞാൻ എഴുതി വെക്കാറുണ്ട്, പക്ഷെ അതിന് ചില ക്ലാരിറ്റികൾ ആവശ്യമുണ്ടായിരുന്നു. അത് ഈ ക്ലാസ്സിലൂടെ കിട്ടിയത് ആ ഒരു പ്രോസസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വലിയൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് എഴുതി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. നമ്മൾ ചിലപ്പോൾ ഈ കേട്ടതിന്റെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം എഴുതും, ചിലപ്പോൾ 2 പ്രാവശ്യം എഴുതും. എപ്പോഴും ഇതൊരു ഡയറി, കുഞ്ഞു ഡയറി ഇപ്പൊ ഒന്നും വേണ്ട, നമുക്ക് മൊബൈലിൽ ഒരു നോട്ട് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഈ വെറുതെ ടൈപ്പ് ചെയ്ത് വെക്കാം. ഒന്നില്ലെങ്കിൽ വോയിസ് ഇടരുത്, ടൈപ്പ് ചെയ്യണം. എഴുതുക ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും പവർഫുൾ ആയിട്ട് പറയുന്നത് എഴുതുക. അതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ബസ്സിൽ നമുക്കൊരു പെട്ടെന്ന് ഒരു ചിന്ത തോന്നിയെന്നിരിക്കുക, ആ ചിന്ത നമ്മൾ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ ഉടനെ നമുക്കത് പോയിന്റ് ആയിട്ട് മൊബൈലിൽ നോട്ട് തയ്യാറാക്കി വെക്കാം. വീട്ടിൽ വന്നിട്ട് അത് ബുക്കിലേക്ക് എഴുതുക. കാരണം എഴുതുമ്പോൾ നമ്മുടെ എഴുത്തും നമ്മുടെ ആ ഒരു നെർവ്സും ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അതാണ് എഴുത്തിന്റെ ശക്തി. എഴുതുമ്പോൾ തന്നെ അതിന് കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നത് പറയുന്നു. എഴുതി പഠിച്ചാൽ എളുപ്പം പഠിക്കാം അല്ലേ മാം? അതാണ് എഴുതി പഠിച്ചാൽ എളുപ്പം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. വെൽക്കം. നല്ല പോയിന്റ് അല്ലേ മാജിക് മോർണിംഗ് മാം? വളരെ നല്ലൊരു സൂപ്പർ സെക്ഷൻ.
എനിക്ക് ഞാൻ എഴുതാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ഒക്കെ എഴുതാറുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും നമുക്ക് മനസ്സിൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഉണ്ടാവല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. ഇപ്പൊ ജോലിയൊക്കെ വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടാവാറില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും മോളിങ്ങനെ പറയും, അമ്മ ഇങ്ങനെ ഇതാവുന്ന സമയത്ത് അമ്മയ്ക്ക് പാട്ട് വെച്ചിട്ട് ഇരുന്നൂടെ എന്ന് ചോദിക്കും. പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ ചിന്തകളൊന്നും വരില്ല അവർ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കും, നമുക്ക് സന്തോഷം വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. നമ്മൾ അവിടെ പോണത്, അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അതൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കും. പക്ഷെ എഴുതുക എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ എഴുതാറില്ല. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ അതൊക്കെ, പക്ഷെ നമുക്ക് ഒരെണ്ണം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ എഴുതാറില്ല. ഞാനത് അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് ഇങ്ങനെ പോകും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലേക്ക് ആ കാലത്ത് നീങ്ങുന്നു, ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുന്നതൊക്കെ ആയിട്ട് ഇമാജിൻ ചെയ്യും. ഇപ്പൊ എന്തായാലും മാം ഇപ്പോ അതിന്റെ കൂടുതലായിട്ടുള്ള ഒരു സീക്രട്ട് മാം പറഞ്ഞു തന്നു 10 പോയിന്റ് ആയിട്ട്. അപ്പോൾ എന്തായാലും ഇനി മുതൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങളായിട്ട് വേണ്ടിയിട്ട് എഴുതുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇത് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, എനിക്കൊരു കാര്യം വേണമെന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു ചുരിദാർ വേണമെന്ന് വിചാരിച്ചു. അപ്പൊ ആ പോയിന്റ് പറഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ കയറി. എനിക്കൊരു ചുരിദാർ വേണമെന്ന് വിചാരിക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ബുക്ക് എടുത്ത് എനിക്കൊരു ചുരിദാർ വേണം. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും, ഏത് കളർ ചുരിദാർ വേണം, ഏത് മെറ്റീരിയൽ വേണം, ഇത് എവിടുന്ന് വാങ്ങണം. അപ്പൊ കണ്ട ആ ഒരു ക്ലാരിറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ, നമ്മളൊരു ഷോപ്പ് പോകുന്നതിന് മുന്നേ നമ്മൾ അവിടെ കിടന്ന് തപ്പിപ്പിടിച്ച് സമയം നമ്മൾ ചിലപ്പോൾ ഷോപ്പിങ്ങിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാറുള്ള ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. നമ്മൾ അവിടെ ചെന്ന് തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇന്ന കളർ വേണം. നമുക്ക് ഷോപ്പിൽ പോയിട്ട് എന്താ പറയുക, എനിക്ക് ഇന്ന കളറിലാണ് വേണ്ടത്, ഇന്ന കളറിൽ കോട്ടൺ വേണോ മറ്റേ അവർ അപ്പി ചോദിക്കുക. അപ്പൊ നമുക്ക് ഇന്ന കളറിൽ ഇന്ന കോട്ടണില് എനിക്കൊരു ഡ്രസ് വേണം. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അവിടെ ചിലപ്പോൾ ഉണ്ടാവും. കാരണം നമ്മൾ ആഗ്രഹിച്ച് എഴുതി ക്ലാരിറ്റി കൊടുത്തുകൊണ്ടുവരുമ്പോൾ യൂണിവേഴ്സിന് മനസ്സിലാവും ഇതാണ് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ചെലവഴിക്കുന്ന സമയം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ക്ലാരിറ്റി കിട്ടും. എന്തായാലും അതിലേക്ക് കൂടി കൊണ്ടുവരാൻ പ്രീതയുടെ ഈ ടോക്ക് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ചുരിദാറിന്റെ കാര്യം വന്നപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി പലതും കിട്ടിയിട്ടുണ്ടാവും. കാരണം അതൊരു എഴുത്തിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഓൾ. അടുത്ത ആള് ഷൈനി പറഞ്ഞോളൂ. കഴിഞ്ഞോ? വളരെ നല്ല ഷൈനി സൂപ്പർ ക്ലാസ് ആയിരുന്നു മാം. എൻ്റെ ഒരു ഫ്രണ്ട് മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഫ്രണ്ട് പറഞ്ഞു നമ്മളെ തന്നെ ഇങ്ങനെ ഫ്രണ്ടിന് ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, വിഷയങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എഴുതും, ഓരോരോ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എഴുതും, അതിന്റെ സൊല്യൂഷനൊക്കെ നോക്കും എന്ന് പറഞ്ഞു. അപ്പൊ മൈന്യൂട്ടായിട്ടുള്ള 1-2 കാര്യവും പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച് വീട്ടിൽ വന്നിട്ട് ഇതൊന്നും പറ്റുന്ന കാര്യമല്ല, നടക്കുന്ന കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. പക്ഷെ ഇന്ന് ഒരു 10 കാര്യങ്ങൾ വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നപ്പോഴാണ് എൻ്റെ ഒരു ഇത്രയും ഒരു വലിയ കാര്യമായിരുന്നല്ലോ എന്നുള്ളത് മനസ്സിലായത്. ഒരാളിനെ മെച്ചപ്പെടുത്താനുള്ള വളരെ ക്ലാരിറ്റി ആയിട്ടാണ് മാം എന്നോട് പറഞ്ഞു തന്നെ മാം. വളരെ നന്ദി. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഓക്കെ, ഷൈനി പറഞ്ഞു ഞാനിത് കേട്ടിട്ടുണ്ട്, എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഫ്രണ്ട് പറഞ്ഞപ്പോ ഷൈനിക്ക് അത് കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണെന്നത്, അതിന്റെ ഒരു എക്സാമ്പിളോ അവരെന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് അവർ പറഞ്ഞിട്ടും ഉണ്ടാവില്ല, ഒരു പക്ഷെ ഷൈനി അതിലേക്ക് ഫോക്കസ് ആയിട്ടും ഉണ്ടാവില്ല. ഇവിടെയാണ് നമ്മൾ ഈ പല കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ ഒരു ചുരിദാർ, അപ്പൊ അത് ആ ഒരു തോട്ടിലേക്ക് എന്നെ എത്തിയത് പ്രീതയുടെ ഒരു ടോക്കാണ്. അപ്പൊ നമുക്ക് നോക്കൂ, ഒരു ഡിസ്കഷനിലേക്ക് വന്നപ്പോ എന്തെല്ലാം പോയിന്റ്സ് കിട്ടും. ഒരു ചുരിദാർ വേണം, അപ്പൊ അത് ചുരിദാറിനെ കുറിച്ച് എഴുതും, എനിക്ക് ഇന്ന കളർ വേണം, എനിക്ക് ഇന്ന മെറ്റീരിയൽ വേണം, എനിക്ക് ഇന്ന ഷോപ്പിൽ നിന്ന് വേണം, എനിക്ക് ഇന്ന ജില്ലയിൽ നിന്ന് വേണം, എനിക്ക് കാലിക്കറ്റ്, എനിക്ക് കോഴിക്കോട് നിന്ന് വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് മലപ്പുറത്ത് നിന്ന് വാങ്ങിയാൽ, അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലോ അല്ലെങ്കിൽ പാലക്കാട് ഒരു ഷോപ്പിനെ കുറിച്ച് ഞാൻ റീലിൽ കണ്ടാൽ അവിടെ പോയിട്ട് വാങ്ങും. ഒരു റീൽ കറക്റ്റ് കിട്ടിയോ? ഇതാണ് പവർ ഓഫ് റൈറ്റിംഗ്. ഇത് പറയുമ്പോൾ സത്യം പറയുന്നത് എനിക്കൊരു ക്ലാരിറ്റി കിട്ടുകയാണ്. കാരണം ഞാനിത് എഴുതിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ആ പ്രോസസ്സിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, പഠിച്ചിട്ടേ ഉള്ളൂ. കൂടുതൽ ക്ലാരിറ്റി ശൈലി പറഞ്ഞതുപോലെ കേട്ടിട്ടുണ്ട്, ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇതിന് ഇത്രയും കരുത്തുണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ ശൈലി പറഞ്ഞതുപോലെ അത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ ഒരു കാര്യം കൂടുതൽ ക്ലാരിറ്റി, ഇപ്പൊ കണ്ടോ നമ്മൾ അതിനെ കുറിച്ച് ക്ലാരിറ്റി വന്നപ്പോൾ നമ്മൾ അതിന് തയ്യാറാവുന്നു. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ലൂയിനെ പറഞ്ഞ പോലെ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു എക്സ്പീരിയൻസ് ദിസ് ഇൻ ദ ലൈഫ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാന് കുറെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക് ഈ എഴുത്തിനെ പറ്റിയിട്ട് തന്നെ, എന്തൊക്കെ നമ്മൾ എഴുതണം, എഴുതാൻ പാടില്ല എന്നൊക്കെ ഉള്ള.
അപ്പൊ മാമിന്റെ ഇങ്ങനെ ഓരോ പോയിന്റുകൾ ഇങ്ങനെ കിട്ടുമ്പോ അതിനുള്ള മറുപടി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നല്ല നല്ല ക്ലാസ് ആയിരുന്നു മാം. അതേപോലെ ഇപ്പൊ നമ്മള് നല്ല കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അതേപോലെ ചീത്ത കാര്യങ്ങൾ എഴുതിയാൽ അത് കീറി കളഞ്ഞ് നശിപ്പിച്ച് കളയെന്ന് പറയണം. അപ്പൊ നമ്മൾ ഈ നല്ല കാര്യങ്ങൾ എഴുതി വെച്ചതൊന്നും ഒരിക്കലും അത് എപ്പോഴും അങ്ങനെ എടുത്തു വെക്കുക തന്നെയാണോ വേണ്ടത്? വേണ്ട, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം. ഈ സൂക്ഷിക്കുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്, അത് ആരെങ്കിലും കണ്ടാ വായിച്ചാൽ മോശമല്ല. കാരണം നമ്മൾ ആ, ഓപ്പൺ ആയിട്ട്, ഞാൻ പറഞ്ഞ അവിടെ ഒരു ലാംഗ്വേജ് ഇല്ല, നമ്മുടെ ആ, എഴുത്തിന് ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ ഇതാരും കാണരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണം നശിപ്പിച്ചു കളയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഒരു അലമാരയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പൂട്ടി വെക്കാം. അതല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ ശേഷം കീറിക്കളയാം. അതന്നെ ഞാനിപ്പോ എന്റെ കുറേ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി തീർത്തിട്ട് തന്നെയാണ് എന്റെ മനസ്സൊക്കെ കുറേ ക്ലിയർ ആയി വന്നത്. അതൊരു വലിയ സത്യമാണ്. അത് ഞാൻ എന്നെ തന്നെ നമ്മൾ എഴുതുമ്പോൾ വിചാരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, പക്ഷെ എന്നാലും നമ്മൾ ഏതോ വേറൊരു ലോകത്ത് നിന്നുള്ള പോലെ എഴുതി വെക്കും. പക്ഷെ അത് നമുക്ക് വളരെ ഉപകാരമായി. അപ്പൊ മനസ്സ് ആ വഴിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ എഴുതി വെച്ച കാര്യങ്ങൾ പോലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, ഇത് പറയുമ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ഇതിനെ പ്രവീണ കൂടുതൽ മാം, ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ ശീല മാം പറയൂ. ഓക്കെ, എന്താണ് ലൈഫിൽ സക്സസ് ആകണമെങ്കിലും ടൈം സേവ് ചെയ്യണമെങ്കിലും നമ്മുടെ ഇമോഷണൽ ടെൻഷൻ മാറ്റണമെങ്കിലും സക്സസ് ആഘോഷിക്കണമെങ്കിലും ഒക്കെ റൈറ്റിങ്ങിന് ഇത്രമാത്രം പവർ ഉണ്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നിന്നാണ് മനസ്സിലായത്. കാര്യം പറഞ്ഞാൽ നമ്മൾ എഴുതുന്നുണ്ട് റുട്ടീൻലി, പക്ഷെ ഈ എഴുത്തിന് അത്രമാത്രം പവർ ഉണ്ട്. നമുക്ക് കുറെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു അമ്മ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ശീല മാം. കണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ ശീല മാം കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറയണം. അപ്പൊ നമുക്ക് ഒരാളെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി വിചാരിക്കാം, പക്ഷെ അതൊരു ഫാമിലി മാൻ ആണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ അയാളെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയത് ഇത് ഒരാളോട് പറയാൻ പറ്റുമോ? ഒരാളോടും പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അങ്ങനെയുള്ള വികാരങ്ങളും ഒക്കെ ഇതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. കാരണം ഒരു സ്ത്രീയെ കണ്ടാലും ഒരു പുരുഷനെ കണ്ടാലും ഓപ്പോസിറ്റ് സെക്സിന് ഇഷ്ടം തോന്നാം, പക്ഷെ നമുക്കത് ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു കിടക്കും നമ്മൾ. അപ്പൊ അതിന് റിലീസ് ആവണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്കതിന്റെ ഏത് എനിക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, ചിലപ്പോൾ അവരുടെ ഒരു പെരുമാറ്റമാവാം, ചിലപ്പോൾ അവരുടെ ഭംഗിയാവാം. ഇത് നമുക്ക് എഴുതാൻ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ ഓപ്പൺ ആയിട്ട് എഴുതാം. അതാണ് ഇതിന്റെ പവർ ഓഫ് റൈറ്റിംഗ് കേട്ടോ. ഓപ്പൺ ആയിട്ട് എഴുതുക. അപ്പൊ ഞാനത് ഇപ്പൊ നിങ്ങളോട് തന്നെ കൂടുതൽ സംസാരിച്ചപ്പോഴുണ്ടല്ലോ എനിക്കും കൂടുതൽ ക്ലാരിറ്റി കിട്ടുകയാണ്. കാരണം നമ്മൾ ഡിസ്കഷനിലാണ്. അപ്പൊ അത് ഞാൻ ഇനി എന്ത് കൂറ ചിന്ത ഉണ്ടാകും, ഞങ്ങൾ സാർ അങ്ങനെ പറയും, എന്ത് കൂറ ചിന്ത വന്നാലും ഞാനത് എഴുതി വെച്ചിരിക്കും, എഴുതി തുടങ്ങിയിരിക്കും, എഴുതിയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. അതിലേക്ക് കൂടുതൽ ഈ ഡിസ്കഷൻ എന്നെ ഒരുപാട് സഹായിച്ചു. താങ്ക് യു മാജിക്. മാജിക് മോർണിംഗ് മാജിക് മോർണിംഗ്. മാം, നല്ല ക്ലാസ്. ഞാനും എനിക്കൊന്നൊരു 5ാം ക്ലാസ് മുതൽ ഒരു ഡിഗ്രി കാലഘട്ടം വരെ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതാറ് സങ്കടം വരുമ്പോ അല്ലെങ്കിൽ പറയുമ്പോ അന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസ് ഉള്ള ഒരു ടൈമാണല്ലോ. അപ്പൊ എഴുതി വെക്കാറുണ്ടായിരുന്നു. പക്ഷെ അത് ഡിഗ്രി ഒക്കെ വരെ തുടർന്ന് പോയിട്ടുള്ളൂ. കാരണം കളിയാക്കാൻ തുടങ്ങി. കാരണം അച്ഛനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒക്കെ എടുത്ത് വായിച്ചിട്ട് ഇവര് ചീത്ത പറഞ്ഞു, അപ്പൊ ചീത്ത പറഞ്ഞപ്പോ എനിക്ക് ഉണ്ടായ ഫീലിങ്സ് അങ്ങനത്തെ എഴുതി വെച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അന്നതൊക്കെ വലിയ കാര്യം പോലെ എഴുതി വെച്ചത്. പക്ഷെ പിന്നീട് ഓരോരുത്തർ വായിച്ചിട്ട് അത് ചീത്ത ഒളിപ്പിച്ച് വെക്കണം എന്നുള്ള മൈൻഡൊന്നും ഇല്ലല്ലോ. ആ ഇമോഷൻസിൽ എഴുതി വെക്കും പോവും. അപ്പൊ എവിടെങ്കിലുമൊക്കെ നോട്ടിന്റെ ബാക്കിലോ അങ്ങനെയൊക്കെ ആയിരുന്നു എഴുതി വെക്കാറുള്ളത്. അപ്പൊ കളിയാക്കൽ കിട്ടിയപ്പോഴാണ് അത് നിർത്തിയത്. പക്ഷെ അതിൽ എഴുതുമ്പോ ഇത്രയും ഗുണങ്ങളുണ്ട് എന്നാണ് മനസ്സിലായത്. ഇനിയിപ്പോ അങ്ങോട്ട് എഴുതി നോക്കാം. താങ്ക് യു മാം. കണ്ടോ, ഇത് നമ്മൾ എഴുതുന്നത് പച്ചയായിട്ട് വേണം എഴുതാൻ കേട്ടോ. പച്ചയായിട്ട് വേണം എഴുതി തുടങ്ങാൻ. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ ഇതെന്നും കക്ഷത്തിൽ വെച്ച് നടക്കാനൊന്നും പറ്റില്ല, ആരും കാണരുത് എന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞ് എഴുതി കഴിഞ്ഞ അന്നത്തെ ദിവസം നമുക്കത് കീറിക്കളയാം. ആരും കളിയാക്കിയത് കൊണ്ടാണ് നജിൽ അത് നിർത്തിയത്. അപ്പൊ നമുക്കത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ടെങ്കിൽ അത് കത്തിച്ച് കളയുകയോ കീറിക്കളയുകയോ ചെയ്യും. താങ്ക് യു നജില, അങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തു. താങ്ക് യു മാം. താങ്ക് യു. 6:35 വിൻസെന്റ് സാർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈം വിൻസെന്റ് സാർ ഹലോ, സംസാരിക്കുന്നുണ്ടായിരുന്നോ? പറയൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. എനിക്ക് ഈ എഴുതാനുള്ള പ്രശ്നമേ ഉണ്ടായിരുന്നില്ല പണ്ട്. ഒരിക്കലും ഞാൻ എഴുതിയിട്ടില്ല. ഒന്നാമത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. അതുകൊണ്ട് എഴുതാനൊക്കെ ഞാൻ എഴുതിയാൽ എനിക്ക് തന്നെ വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എഴുതാറുണ്ടായിരുന്നില്ല ഒരിക്കലും. പക്ഷെ ഇപ്പൊ മാഡം പറഞ്ഞപ്പോൾ ശരിയാണ്. നമ്മളിപ്പോ ഞാൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുമ്പോൾ വായിക്കപ്പോഴും പറയും എഴുതി കൊണ്ടുപോകാൻ എന്തൊക്കെ മേടിക്കാൻ ലിസ്റ്റ്.
ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. അതുപോലെ തന്നെ പോകുമ്പോൾ 2-3 കാര്യങ്ങൾ മാർഗത്ത് വരികയും ചെയ്യും. വൈഫ് എപ്പോഴും പറയും എന്തുകൊണ്ട് എഴുതി കൊണ്ടുപോയിക്കൊണ്ടാകുന്നത്. അപ്പൊ നമ്മള് എൻ്റെ മോളുടെ കല്യാണമൊക്കെ സമയത്ത് ഞാനിങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത് ആ സമയത്ത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള അത് എന്നെ വളരെ വളരെ എനിക്ക് ഉപകാരപ്രദമായിരുന്നു. കാരണം ഒരു ടു ബി ഡൺ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, അപ്പോൾ കാറ്ററിങ് ചെയ്യണം, മറ്റേത് ചെയ്യണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചപ്പോൾ ചെക്ക് ലിസ്റ്റ് പോലെ. അപ്പൊ അത് ഫോളോ ചെയ്തപ്പോൾ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ജീവിതത്തിൽ ഇങ്ങനെ ഇതുപോലെ തന്നെ പല ചിന്തകൾ വരുമ്പോഴും ഞാൻ എഴുതാനായിട്ടുള്ള ആ മടി കൊണ്ട് എഴുതിയിട്ടില്ല. പക്ഷെ അതിന്റെ ഗുണങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയപ്പോൾ അത് ചെയ്ത് കൊള്ളാതെ ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഒരു ഡിസ്കഷൻ നല്ല ലെബറേറ്റ് ആയിട്ട് പോയി. ഒരുപാട് പോയിന്റ്സ് നമുക്ക് കൂട്ടിച്ചേർക്കാനും പറ്റി. അബ്ദുൾറസാഖ് സാർ അവിടെ വടിയെടുത്ത് നിൽക്കുന്നുണ്ട്. 6:35 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ റസാഖ് സാർ, ഞങ്ങൾ നിർത്തി. താങ്ക് യു. വിൻസെന്റ് സാറ്, ബീന, ശ്രീഷ്ണ സിബു. വിൻസെന്റ് സാറ്, ബീന മാം, ശ്രീഷ്ണ. 3 ആളും കേൾക്കണ്ടാ? സാറെ കേട്ടില്ല ശരിക്കും. കേൾക്കുന്നുണ്ട്. നിങ്ങളെന്താ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാത്ത? സാർ പറഞ്ഞു പ്രോഗ്രാം ഉണ്ടായിരുന്നേ, അതുകൊണ്ടാണ്. ഫാമിലിയിൽ വെഡിങ് ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് 15th ഒരു കല്യാണം ഉണ്ട് സാറേ. എൻ്റെ ഒരു പഴയ ഒരു ചേട്ടന്റെ ഞങ്ങളുടെ ജംഷഡ്പൂർ ഉണ്ടായിരുന്ന ഒരാളുടെ ഗ്രാൻഡ് സണ്ണിന്റെ കല്യാണം. അപ്പൊ വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടുകയാണ്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ 2000 ദിവസം എപ്പോഴാവുന്നുള്ളത് മനസ്സിൽ കണക്കൂട്ടി വെച്ചിരുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ് ആ ദിവസം തന്നെ കല്യാണം വന്നു തൃശ്ശൂർ വെച്ചിട്ട്. സാറേ ഞാൻ അതുപോലെ ശനിയാഴ്ച വന്നു പോകും. എനിക്കും വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഞായറാഴ്ചയൊക്കെ വരാൻ പറ്റില്ല. ശനിയാഴ്ച ഞാൻ വന്നു പോകും. ഓക്കെ താങ്ക് യു. വന്നോളുണ്ട്. ബീന മാം, നിങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങൾ കേക്കാണ് കൊടുത്തേക്കണം കേട്ടോ, പാർസല്. ഞാൻ കേക്കായിട്ട് വരിക. താങ്ക് യു എല്ലാവർക്കും. ഓക്കെ, അപ്പം എല്ലാവരും പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാവരും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക. പിന്നെ ഇന്നത്തെ സെഷൻ എടുത്ത പ്രവീണ മാമിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബിമാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. Thank you, Pravina. Thank you. പ്രവീണ മാം. താങ്ക് യു.